സാറേ ഈ മരമുന്തിരി വെച്ചിട്ട് 3 വർഷമായി. ശരിക്കും ഇതിന് മെച്ചപ്പെട്ട കായ്ക്കൊന്നും കരുതൊന്നുമില്ല. പക്ഷേ എന്തോ ഈശ്വരനെ കൊണ്ട് കുറച്ച് നല്ല എന്താ പറയുക നന്നായി കായ്ച്ചു. ഒരു നട്ടൊരു 1.5 വർഷത്തിനുള്ളിൽ. കഴിഞ്ഞ വർഷം നിറയെ കായുണ്ടായിരുന്നു. അതെ, ഈ വർഷം ഇപ്പൊ ഇതിന്റെ പ്രത്യേകിച്ച് ലാവിഷായിട്ട് പറിക്കാൻ എന്നെ അനുവദിക്കുകയും ചെയ്തു. പ്രാവശ്യം തൊടാൻ സമ്മതിക്കുന്നില്ല. പൊന്നുപോലെ സൂക്ഷിക്കുന്ന മക്കളെ പോലെ കൊണ്ട് നടക്കുന്ന സാറേ, അതുകൊണ്ടാണ്. പിന്നെ വേറെ ഇത് പ്രത്യേകത നമ്മൾ ഏത് ഒരു ഫ്രൂട്ടാണ് നട്ട് കഴിഞ്ഞാൽ ഒന്ന് പൂത്ത് കായ്ച്ചാൽ ശരിക്കും മാസങ്ങളെടുക്കും ഒന്ന് പഴമാണ്. ഇതിന്റെ പ്രത്യേകത ഇത് പൂത്ത് കായ്ച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ പഴമാവും. തന്നെയല്ല അത് എന്താ പറയുക പറിച്ചു കഴിഞ്ഞാൽ ഒരു ആഫ്റ്റർ 1 വീക്ക് വീണ്ടും മൊട്ടിട്ട് പൂ ഉണ്ടാവും. ഇതിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും ആ പഴത്തിന് ശരിക്കും ഇതിനെക്കുറിച്ച് നമ്മൾ ഗൂഗിൾ നോക്കിയാൽ ഒത്തിരി വൈറ്റമിൻസിന്റെ ഒരു വലിയൊരു എന്താ പറയുക എൻറിച്ച്ഡ് ആണെന്നാണ് പറയുക. വൈറ്റമിൻസ് വേണ്ട മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ആമസോൺ മഴക്കാടുകളിൽ വളരുന്ന മരമാണ്. ലിച്ചി എന്ന് പറയാൻ കഴിയില്ല. അത് ശരിക്കും നമുക്ക് നമ്മുടെ ഒരു നമ്മുടെ ഇരുമ്പിപ്പുളി പോലെയൊക്കെ വേണമെങ്കിൽ പറയാം. ആ ലെവലിലാണ് ഇത് കാണുന്നത്. ഏറ്റവും നല്ല ഒരു സംഭവമായിട്ടാണ്. ആർക്കെങ്കിലും കഴിക്കാൻ പാടില്ല ഇതുവരെ ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. മരമുന്തിരി എന്ന് പറയും. ഇതിന്റെ ശരിയായ നെയിം ജബോട്ടിക്കാബ എന്നാണ്. ജബോട്ടിക്കാബ എന്നാണ് പറയുന്നത്. മരമുന്തിരി നമ്മുടെ നാട്ടുഭാഷയും മലയാള ഭാഷയും പറയുന്നതാണ്. ഇത് തൈ ആക്ച്വലി ഈ വീടിന്റെ മുറ്റം ഫ്ലോർ ചെയ്തത് വാല്ലാമണിയുള്ള ജോൺസണാണ്. ജോൺസൺ ശരിക്കും ജോൺസണാണ് സജസ്റ്റ് ഡോക്ടറെ ഒന്നുകൂടി വെച്ചേക്കാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ലോകം നിൽപ്പുണ്ട്. അതും ജോൺസന്റെ സജഷനാണ്. രണ്ടും നന്നായി കായ്ക്കുന്നുണ്ട്. ചില കൈകൊണ്ട് തന്നാൽ അത് ഐശ്വര്യമാവുന്നതാണോ പറയുന്നത്. തീർച്ചയായും സാറിന് ആയിക്കോട്ടെ. താങ്ക് യു. ഇപ്പോൾ മരമുന്തിരി. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ സാർ. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. നമസ്കാരം.